بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. നാം ചെയ്യുന്ന കർമ്മങ്ങൾ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പ്രതിഫലം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന നന്മകൾക്ക് അല്ലാഹു തആല രണ്ട് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒന്ന്, ആ ചെയ്യുന്ന കർമ്മങ്ങളിൽ അല്ലാഹു തആല ആത്മാർത്ഥത വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. മറ്റൊന്ന്, ഇങ്ങനെയുള്ള നന്മകളെ, പ്രതിഫലം അറിഞ്ഞുകൊണ്ടുള്ള നന്മകളെ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കാനുള്ള മാനസികമായ താല്പര്യം ആ വ്യക്തിക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. മുഹറം മാസം റമദാനിന്റെ ശേഷം നോമ്പെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. എങ്കിൽ ആ നോമ്പുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എങ്ങനെയായിരിക്കും? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ സ്വാമ യൗമൻ മിനൽ മുഹറം ഫലഹു ബിക്കുല്ലി യൗമിൻ 30 യൗമ. ഇമാം തബറാനി റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മുഹറം മാസത്തിലെ ഒരു ദിവസത്തെ നോമ്പിന് 30 ദിവസത്തെ നോമ്പിന്റെ പ്രതിഫലം അല്ലാഹു തആല നൽകുന്നു. ഒരു വ്യക്തി മുഹറം മാസത്തിൽ ഒരു നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ 30 ദിവസത്തെ നോമ്പിന്റെ പ്രതിഫലമാണ് ആ വ്യക്തിക്ക് അല്ലാഹു തആല ഒരു നോമ്പിലൂടെ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുഹറം മാസം മുഴുവനായിട്ടും 30 ദിവസം നോമ്പെടുത്ത ആൾക്ക് എത്രയാണ് പ്രതിഫലം ലഭിക്കുന്നത്? ഓരോ ദിവസങ്ങൾക്കും 30 ദിവസത്തെ നോമ്പിന്റെ പ്രതിഫലം അല്ലാഹു തആല തരുന്നുണ്ടെങ്കിൽ ഈ മാസത്തിലെ നോമ്പിന്റെ ശ്രേഷ്ഠത എത്രയാണ്? പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുഴുവനായിട്ട് നമുക്ക് നോമ്പെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മുഹറം മാസത്തിലെ തിങ്കളാഴ്ചകളിൽ, വ്യാഴാഴ്ചകളിൽ, അയ്യാമുൽ ബീദ് എന്ന് വിശേഷിപ്പിക്കുന്ന ഓരോ അറബി മാസത്തിലെയും 13, 14, 15 ദിവസങ്ങൾ അതും ഈ മുഹറം മാസത്തിലുണ്ടല്ലോ. അതോടൊപ്പം അയ്യാമു സൂദ് എന്ന് വിശേഷിപ്പിക്കുന്ന അറബി മാസത്തിലെ 27, 28, 29 ദിവസങ്ങൾ, ഇങ്ങനെയുള്ള വിശിഷ്ടമായ ദിവസങ്ങളിലെങ്കിലും മുഹറം മാസത്തിൽ നോമ്പെടുത്തുകൊണ്ട് ഈ പ്രതിഫലങ്ങൾ കാംക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. അമലുകളുടെ പ്രതിഫലങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ആത്മാർത്ഥത വർദ്ധിക്കുമെന്ന് കേവലം ഒരു വാക്ക് പറയല്ല, അനുഭവത്തിലൂടെ അറിയിക്കുകയാണ്. ഏത് നന്മയാണെങ്കിലും, നോമ്പെടുത്താലും നിസ്കരിച്ചാലും നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളെക്കുറിച്ച് അറിയുമ്പം മാനസികമായിട്ടത് ചെയ്തുകൊണ്ടേയിരിക്കാനും അതിലേക്കുള്ള ആത്മാർത്ഥത വർദ്ധിക്കാനും അതൊരു കാരണമാണ്. മുഹറം മാസത്തിലെ നോമ്പിന് ഇത്രയേറെ പ്രതിഫലമുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും നോമ്പെടുത്തിട്ട് ആ പ്രതിഫലം നമ്മൾ സമ്പാദിക്കണ്ടേ? അല്ലാഹു തആല മുഹറം മാസം കൊണ്ടും അതിലുള്ള വിശിഷ്ടമായിട്ടുള്ള നന്മകളെ കൊണ്ടും പ്രതിഫലം സമ്പാദിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിച്ച് വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.